അപ്പോൾ ഗൈസ് നമ്മുടെ തേർഡ് ഡേ ട്രിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേർഡ് ഡേയിൽ നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്ത് ഫുൾ ഗാങ്ടോക്കാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് റോപ്പ് വേ MG മാർഗിലുള്ള റോപ്പ് വേ ആണ്. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് 307 കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരാൾക്ക് 146. അതാണ് നമ്മുടെ ബില്ല്. ഓക്കെ, അല്ല ബില്ലല്ലോ, ടിക്കറ്റ്. ഓക്കെ, അപ്പോൾ ജോലി നല്ല ഉറക്കമാണ്, നല്ല ക്ഷീണമുണ്ട്. നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. നമുക്ക് ഗാങ്ടോക്ക് ഫുൾ കാണാം അല്ലേ? അല്ലേ ഇവിടെ മൊത്തം ഗാങ്ടോക്ക് കാണാം. थोड़ा बता क्या क्या है इधर से, क्या क्या देख सकते हैं दोस्त? क्या क्या ये सब पूरा गैंगटॉक सिटी हुई गई सर। हां, सिटी हुई गई है आपको। यहां से कांजूंगा क्लाउड नहीं होने से कांजूंगा जी सर। क्या देखेगा? कांजूंगा माउंटेन है ना। हां, होटल की दिखा जी अभी तो आगे हो गया ना कंट्रोल रूम सर। और क्या क्या और कुछ है? महाराष्ट्र देख सकते हैं? नहीं सर, महाराष्ट्र तो ऐसे नहीं देख सकते, लेकिन ജോലി നല്ല ഉറക്കമാണ് കേട്ടോ. सबसे घंटों के जो महाराष्ट्र ടൗൺസ് ആണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് മറ്റേ ഇതില്ല, നമ്മൾ ചടയമംഗലം പോയത്. പക്ഷെ അതിനെക്കാട്ടിലും ഇത് ഇത്തിരി ഭയങ്കര ഗ്രീനറി അല്ലേ ഇവിടെ. പാലത്തിന്റെ അവിടെ തീസ്താ റിവർ പാലം കണ്ടോ? ആ റിവറിന്റെ പാലോ? എവിടെ പാലം? വെള്ളമില്ല, അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു പാലം ഉണ്ട് കേട്ടോ. ഇതാണ് ഫുൾ വ്യൂ. മൗണ്ടൻസ് കാണാം. പിന്നെ ഇവിടെ നിന്ന് കാഞ്ചൻജംഗ കാണാമായിരുന്നു, പക്ഷേ അതിന് ഒരു ടൈമുണ്ട് കേട്ടോ. ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ നമുക്ക് ആ കാഞ്ചൻജംഗ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടൗണ്. ഇതാണ് വേറൊന്നും പോകുന്നുണ്ട് തിരിച്ച്. അപ്പോൾ നമ്മളോട് നനങ്ങാൻ പാടില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇത്രയും പേർക്ക് കയറാം. ഒരു 10-20 പേർക്ക് നമുക്ക് ഈ ഒരു ഇതിനകത്ത് ഫുള്ള് കയറാൻ പറ്റും. ടൗൺ കണ്ട എന്തോ യൂട്യൂബിലൊക്കെ നമ്മൾ ഇത് കണ്ടായിരുന്നല്ലേ ഇങ്ങനെ പോകുന്നത്. അപ്പം ഞാനും ഇപ്പം ഇനി എല്ലാവരും എൻ്റെ യൂട്യൂബ് വീഡിയോ കാണും ഇതിൽ. നമുക്ക് ഇവരുടെ റോഡ്സ് കാണാം കേട്ടോ. നമ്മളിതിവിടെയൊക്കെ ആയിരിക്കും വന്നതല്ലേ. കണ്ടോ ഒരു ബ്രിഡ്ജ് കണ്ടോ, ഒരു സർക്കുലർ. ഒരു ടാക്സി കണ്ടോ. ക്ലൗഡ്സ് കണ്ടോ, ക്ലൗഡ്സ്. ഇത് നമ്മളൊരു ടിബറ്റൻ ഒരു ടിബറ്റൻ്റെ ഒരു മ്യൂസിയമാണ് കേട്ടോ. അപ്പം നമ്മളിനി മ്യൂസിയം കാണാനായിട്ട് പോവാണ്. ടിക്കറ്റ് എൻട്രി ഫീ 25 ആണ് കേട്ടോ. 2 ടിക്കറ്റ് എടുത്ത് കേട്ടോ. കേട്ടോ ഇവിടെ നമുക്ക് വീഡിയോ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് അകമൊന്നും കാണിക്കാഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഒരു മൊണാസ്ട്രി ആണ് കേട്ടോ. നമ്മൾ മ്യൂസിയം കഴിഞ്ഞു. അപ്പം ജോന് ഇവിടെ കൗണ്ട് ചെയ്തിട്ടുണ്ടാണ് 1 2 3. ഇപ്പം മൊണാസ്ട്രിയുടെ പേരാണ് ചോട്ടൻ മൊണാസ്ട്രി ആണ്. പിന്നെ എന്താ പറയുന്നത്, നല്ല ഒരു കയറ്റമാണ് കേട്ടോ. അതാ നിങ്ങൾക്ക് കാണാൻ ഒരു സ്റ്റീപ്പ് കയറ്റമാണ്. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയിലാണല്ലോ അല്ലെങ്കിൽ മൊണാസ്ട്രി വരുന്നത്. അപ്പോൾ ഇവിടെ മേളിലാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇതാ അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, jump. Jonu, how many steps are there?
എത്ര സ്റ്റെപ്പ് ഉണ്ട് ജോനു? അയ്യോ മമ്മി നാളെ വീഴുന്നിപ്പോ. അയ്യോ ഒരു ഒറ്റയ്ക്ക് കയറി വരും കേട്ടോ എല്ലാ സ്റ്റെപ്സും. ദൂരം തന്നെ കയറണം എന്ന്. കം ഇവിടെ താഴെ ഒരു ആരാധനാലയം ഉണ്ട് അവരുടെ. അപ്പം അത് നമുക്ക് കാണാൻ പറ്റും. അകത്തേക്ക് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ മാസം ഏതാണെന്ന് വെച്ചാൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഈ ഒരു ടൈമിലാണ് ഇവിടെ ഗാങ്ടോക്ക് വരേണ്ടത്. അപ്പം നല്ല ക്ലിയർ വെതർ ആയിരിക്കും. ജൂൺ കഴിഞ്ഞ് പിന്നെ മഴ തുടങ്ങും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, പിന്നെ ഒക്ടോബറിൽ നിന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും സീസൺ. ഈ വിശ്വകർമ്മ പൂജ കഴിഞ്ഞിട്ട് ഒക്ടോബർ, നവംബർ, ഡിസംബർ. നമ്മളിപ്പം നവംബറിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. നവംബർ വെതർ നല്ല. ഇവിടെ ഗാങ്ടോക്കിൽ ഒരു 15 degrees വെതർ, നല്ല പ്ലസൻറ്റ് വെതറാണ്. അപ്പം ഈ ഒരു സമയത്ത് വേണം നമുക്ക് ഇവിടെ വരാം. അപ്പം ഇങ്ങനെയുള്ള റോഡുകളിൽ ഓടിക്കാൻ നല്ല പാടാണ് കേട്ടോ. അപ്പം ഇവിടെയുള്ള ആളുകളാണെങ്കിലും ഇതിന് എക്സ്പേർട്ടായിട്ടുള്ള ആളുകളാണല്ലോ ഇത് ഓടിക്കുന്നത്. കാരണം ഇവിടുത്തെ റോഡുകളെന്ന് പറയുന്നത് ഭയങ്കര നാരോ ആണ്. അതുപോലെ അപ്പുറം ഇപ്പുറം ഫുൾ ബിൽഡിങ്സാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നമുക്ക് സ്ഥലമേ ഇല്ല കേട്ടോ. അതുപോലെ കയറ്റവുമാണ്, നല്ല കയറ്റവും ഇറക്കവുമാണ് റോഡിന്. അപ്പം നല്ല കെയർഫുള്ളായിട്ട് ഓടിച്ചില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ റോഡ് എടുത്തിരിക്കുന്നത്. ഗാങ്ടോക്ക് ടൗൺ. അടുത്തത് ബഞ്ചാക്രി ഫോൾസിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകണം. ലഞ്ച് ടൈമാണ് കേട്ടോ. ഇരുട്ടാറായി കേട്ടോ. ഇപ്പോൾ തന്നെ 2 മണിയായി സമയം. നമ്മൾ തന്നെയും ഫുഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മേലോട്ട് പോയി നമ്മുടെ വാട്ടർഫോൾ കാണണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതാണ്. ജനുവിൻ്റെ കോയിൻ കിട്ടിയിട്ട് ഭയങ്കര സന്തോഷമായി അല്ലേ ജനു? എന്താ കളിക്കുക? വാട്ട് ഈസ് ദാറ്റ് ജനു? കോയിൻ. Coin. Yay! ഇവിടുത്തെ എക്സോട്ടിക് ഫ്ലവേഴ്സ് ആണ് കേട്ടോ. എന്ത് രസമാണല്ലേ കാണാൻ. അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഇവിടുത്തെ ഒരു സെറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനായിട്ട് അവരൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാംപോളിനും അങ്ങനെ ചെറിയ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ അവർ നല്ല രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് ഇവിടെ എല്ലാം കാണാൻ പറ്റും ആ വാട്ടർഫോൾ. അപ്പം അതിന് മുകളിലേ കണ്ടു പോകുന്നത് കേട്ടോ. അപ്പം ഇവിടെ അവർ ചെറിയൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അവർ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് നല്ല ഗ്രീനറിയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജോനുവിനെ ഇതിന് ട്രാമ്പിളിലേക്ക് കയറ്റി വച്ചിട്ടുണ്ട്. അപ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇതുള്ളത് കൊണ്ട്. ഇതേപറ്റി എന്തോ ഒരു ട്രഡീഷണൽ സംഭവമാണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റാച്യൂസ് അവർ കൊടുത്തിട്ടുണ്ട്. എന്തോ സിക്ക് പേഴ്സൺ, അതായത് വയ്യാത്ത രോഗികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിങ്ങനെ യാഗം കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. ഈ പഴമക്കാരുടെ ഒരു രീതികളായിരിക്കും ഈ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ല കേട്ടോ. നമ്മളിത് ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. കുരുതി കൊടുക്കുന്ന സംഭവമാണെന്നാണ് തോന്നുന്നത്. ഞങ്ങളവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി ചുറ്റി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലി ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി നല്ല താമസിച്ചാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. അപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫോറസ്റ്റ് മാതിരിയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ബഞ്ചാക്രി എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ നേപ്പാളിലെയും സിക്കിമിലെയും ഡാർജിലിംഗിലെയും കലിംപോങ്ങിലെയും കിരാതി ജനത എന്ന് പറയുന്നൊരു വർഗമുണ്ട്. അപ്പോൾ അവരുടെ പാരമ്പര്യത്തിൽ ബഞ്ചാക്രിയും ബഞ്ചാക്രിനിയും അവർ ദേവതകളാണ്. അവർ ദമ്പതികളുമാണ്. ബഞ്ചാക്രി എന്നത് നേപ്പാളി ഭാഷയിലാണെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് ജംഗിൾ പ്രീസ്റ്റ് എന്നാണ്. അതായത് കാട്ടിലെ പുരോഹിതൻ അല്ലെങ്കിൽ കാട്ടിലെ മാന്ത്രികൻ എന്നാണ്. Very well, thank you. Run away,
run away. Bells, jingle bells. Jingle all the way. Oh, what fun it is to ride in a one-horse One sleigh. Oh, they will make Nemo. There was a farmer had a dog and Bingo was his name. Oh, B-I-N-G-O. 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 And Bingo was his name. ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നതും ഒരു മൊണാസ്ട്രിയിലേക്കാണ്. ഈ പോകുന്ന വഴി നല്ല കയറ്റമാണ് കേട്ടോ, നല്ല കയറ്റമാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നമുക്കിനി ഒരു വാട്ടർഫോളൂടെ കാണാൻ പറ്റും. നല്ല രസമാണ് വാട്ടർഫോൾ. നെക്സ്റ്റ് ആണ്, അപ്പോൾ ഇതാണ് ഭക്തൻ ഫോൾ, ഭക്തൻ വാട്ടർഫോൾ. ഇതാണ് ഗോഷാങ് മൊണാസ്ട്രി, ഗോഷാങ് ഗൊഞ്ചാങ് മൊണാസ്ട്രി, സോറി ഗൊഞ്ചാങ്. ഇവിടെ നിന്നുള്ള വ്യൂ സൂപ്പറാണ് കേട്ടോ. തണുപ്പ് കൂടി വരുന്നുണ്ടേ. 3:30 ആയോ? അപ്പം 3:30 ആയതേ ഉള്ളൂ. തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. നമുക്ക് 5 മണിയാകുമ്പോൾ എന്തായാലും ഇരുട്ടും. നമ്മളിനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പെട്ടെന്ന് പോവാം അല്ലേ? നോക്കി ഇവിടെ നോക്കൂ. നമ്മളടുത്തൊരു വ്യൂ പോയിന്റിലോട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ വന്നാൽ കാഞ്ചൻജംഗ കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു മല നമുക്ക് കാണാം. അവിടെയാണ് കാഞ്ചൻജംഗ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ താഷി വ്യൂ പോയിന്റിൽ നമുക്ക് ഹിമാലയാസ് നമുക്ക് കാണാൻ പറ്റും. നല്ല വ്യൂ ആണ് കേട്ടോ. ഒരു പനോരമിക് വ്യൂ ആണ് നമുക്കിവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നത് നല്ല രസമാണ് അല്ലേ? അടുത്ത് കാണുന്നത് നമുക്ക് തോന്നും. പിന്നെ ഇവിടെ എൻട്രി ടിക്കറ്റ് ഒന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഫ്രീ ആണ്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ മൊബൈൽ റെക്കോർഡ് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതിന് പൈസ കൊടുക്കണം. അടിപൊളി വ്യൂ ആണ് കാഞ്ചൻജംഗ. കണ്ടോ നിങ്ങൾ? കണ്ടോ ഗൈസ്? ഞാൻ കണ്ടു. വാവ്. ഇത് രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൺറൈസ് നന്നായിട്ട് കാണാനായിട്ട് പറ്റും. കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും. അവിടെ നമ്മുടെ ഗാങ്ടോക്കിൽ നിന്ന് 8 കിലോമീറ്റർ ആണ് കേട്ടോ ഇങ്ങോട്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പ്ലാൻ കൺസർവേറ്റീവിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതെനിക്കൊന്നും ഇപ്പം ഫ്ലവേഴ്സിൻ്റെ സീസണൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഫ്ലവേഴ്സ് ഒന്നുമില്ല. പക്ഷേ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണണം എൻ്റെ പൊന്നെ, അടിപൊളി. നമ്മൾ ഈ കാർട്ടൂണൊക്കെ കാണത്തില്ലേ, നല്ല പാത്ത് വേസും അതുപോലെ സൈഡിലൊക്കെ നല്ല മരങ്ങളും അങ്ങനെ. പിന്നെ ഫ്ലവേഴ്സൊക്കെ കുറവായിരുന്നു കേട്ടോ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇവർ ഈ അറേഞ്ച് കല്ലൊക്കെ ഇട്ട് ഇങ്ങനെയുണ്ട് വഴികളും അങ്ങനെ കാണുമ്പോഴേ. ഇതിപ്പോൾ അതിൻ്റെ മുകളിലായിട്ടൊരു വാട്ടർഫോൾ ഉണ്ട്, അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതും കാണാൻ നല്ല രസമല്ലേ? ഇതാ നമുക്ക് നമ്മളിങ്ങനെ ഈ കാർട്ടൂണൊക്കെ നമ്മൾ കാണത്തില്ലേ വാട്ടർഫോൾസ്, അതുപോലില്ലേ നല്ല അതിൻ്റെ ആ വീഴുന്നത് കണ്ടോ. പിന്നെ ഒത്തിരി വെള്ളം ഇല്ലായിരുന്നു, നൂല് പോലല്ലേ വീഴുന്നത്. നമ്മൾ പോയ സമയം എന്ന് പറയുന്നത് മഴ സീസണൊന്നും അല്ലല്ലോ, അപ്പോൾ ഇത്രയും വെള്ളമേ ഉള്ളായിരുന്നു. അപ്പോൾ നല്ല മഴ സീസണാണെങ്കിൽ നല്ല വെള്ളമായിരിക്കും ഇവിടെ. ഇനി ഇവർ പ്ലാൻ കൺസർവേറ്ററി എന്ന് പറഞ്ഞിട്ട് ഒരു ഷെഡ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് അവർ കുറച്ച് പ്ലാന്റ്സ് അവർ കൺസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒത്തിരിയും ചെടികളുണ്ട് കേട്ടോ, പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെറൈറ്റീസിലുള്ള ചെടികൾ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിന് പുറത്ത് നമ്മൾ കണ്ടതൊക്കെ മെഡിസിനൽ പ്ലാന്റ്സും അങ്ങനെയുള്ള ചെടികളും മരങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടത് കേട്ടോ. ചില ഐറ്റംസൊക്കെ നമ്മുടെ വീട്ടിലുള്ള ചെടികളൊക്കെ തന്നെയാണ് അല്ലേ. ചിലതൊക്കെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെടികളും ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ ജമന്തി അല്ലേ, ഇത് വേറൊരു ടൈപ്പ് ജമന്തി, റെഡും ഓറഞ്ചും. അപ്പം ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അടുത്തതാണ് ഗണേഷ് ടോക്ക് വ്യൂ പോയിൻ്റ് ആണ്.
ഇത് ഗണേഷ് ടോക്ക് എന്ന് പറയുന്നൊരു വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് ഗണേഷ് ടോക്ക് വ്യൂ പോയിന്റ്. നമ്മൾ മുമ്പേ കണ്ട ആ വ്യൂ തന്നെ കേട്ടോ. നമ്മൾ അവിടുന്ന് എവിടെ താഷി അല്ലേ, താഷി വ്യൂ പോയിന്റിൽ നിന്ന് കണ്ട അതേ സെയിം ആണ്. ഇവിടെ ഒരു മന്ദിരമാണ് കേട്ടോ ഇത്, ഗണേഷ്. താഴോട്ട് നല്ല കൊക്കയാണ് കേട്ടോ. അയ്യോ കണ്ടിട്ട് പേടിയായിരുന്നു. നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു പാത്തുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇതാണ് MG മാർഗ്, ഗാങ്ടോക്കിലെ ഫേമസ് MG മാർക്കറ്റ് ആണ്. എല്ലാവരും നമുക്ക് എന്തും കിട്ടും കേട്ടോ. MG മാർഗ് ഇവിടെ അഞ്ചുകാരായിട്ടുള്ള സമയം അല്ല, നമുക്കിങ്ങനെ നടന്നു പോകാം കേട്ടോ. അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ നല്ലതാണ്. കാരണം നമുക്കങ്ങനെ ക്രൗഡ് മാത്രം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഈ വണ്ടികളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് നല്ല രസമാണ് ഇതിലേക്കൂടെ നടക്കാനായിട്ട് കേട്ടോ. രണ്ട് സൈഡിലും ലൈറ്റും ഒക്കെ ആയിട്ടും ഒത്തിരി കടകളുണ്ട്, ഇഷ്ടംപോലെ കടകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം കയറുന്ന കടകളൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ, ഈ ഫ്രണ്ടിലുള്ളത്. ഇനി നമ്മൾ കുറച്ചുകൂടി അകത്തോട്ട് പോവുകയാണെങ്കിൽ പിന്നെ താഴോട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കടകളുണ്ട്. ഞങ്ങൾ പിന്നെ അധികം പോയില്ല, ഞങ്ങൾ കുറച്ചുള്ള കടകളിലൊക്കെ കയറി നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പം അടിപൊളിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വരുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു MG മാർഗോടുകൂടെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്, ഇന്നത്തെ യാത്ര. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് സെക്ഷനിൽ പറയണേ. അപ്പോൾ ബൈ. सेल रोटी, ये है सेल रोटी, इधर का फेमस डिश है सिक्किम का। सेल रोटी, सेल रोटी